നമസ്കാരം. രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ ഈ പ്രഭാഷണ പരമ്പരയുടെ 266 ലക്കത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 265 ക്യാപ്സ്യൂൾ അവസാനിക്കുന്ന സമയത്ത് എന്തായിരുന്നു നടന്നത്? രാവണൻ ഒരു സൈക്കോളജിക്കൽ മൂവ് നടത്താൻ പോകുന്നു, ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്താം അവസാനത്തെ അടവെന്നുള്ള നിലയിൽ ഒരു സംഭവം രാവണൻ പുറത്തെടുക്കുകയാണ്. എന്തായിരുന്നു ആ രാവണൻ്റെ ആ അതിബുദ്ധി അഥവാ കുബുദ്ധി എന്ന് നമുക്ക് നോക്കാം. രാവണൻ ചെയ്തത്, രാക്ഷസന്മാർക്ക് സ്വാഭാവികമായിട്ട് മായാശക്തിയുണ്ട്. ആ മായ കൊണ്ട് ശ്രീരാമൻ്റെ ഒരു ശിരസ് നിർമ്മിച്ചു, അതൊരു തളികയിൽ വെച്ചു. അതിൻ്റെ അർത്ഥം എന്താണ്? ശ്രീരാമൻ കൊല്ലപ്പെട്ടിരിക്കുന്നു. ആ ശ്രീരാമൻ്റെ മായയാൽ ഉണ്ടാക്കിയ അതായത് ശരിക്കും ഒറിജിനൽ ആണെന്ന്, യഥാർത്ഥമാണെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ആ ശിരസ്, കഴുത്തിന് മുകളിലേക്കുള്ള ഭാഗം ഒരു തളികയിൽ വെച്ചു. അതിൻ്റെ കൂട്ടത്തിൽ ഒരു വാളും കൂടി വെച്ചു. ക്ഷമിക്കണം, വാളല്ല, വില്ല്. അമ്പും വില്ലും ആണല്ലോ ഉപയോഗിക്കുന്നത്. ഒരു വില്ലും കൂടി വെച്ചു. എന്നിട്ട് ഇത് രണ്ടും കൂടെ കൊണ്ടുപോയി നേരെ എങ്ങോട്ട് പോയി? അശോകവനത്തിലേക്ക് പോയി. അവിടെ ശിംശപ വൃക്ഷ ചൂടിൽ കഴിയുന്ന സീതാദേവിയെ കണ്ടിട്ട് സീതാദേവിയുടെ മുന്നിലേക്ക് ഒരു തളികയിൽ ഈ ശിരസ്സും ആ വില്ലും കൂടി കൊണ്ടുവെക്കുകയാണ്. എന്നിട്ട് പറയുന്നു, ഞാൻ യുദ്ധത്തിൽ രാമനെ കൊന്നു. അതിൻ്റെ തെളിവിനായിട്ടാണ് പറയുന്നത്, ഇതാ രാമൻ്റെ ശിരസ്, ഇതാ രാമൻ ഉപയോഗിക്കുന്ന വില്ല് സീതയുടെ മുമ്പിലേക്ക് വെക്കുകയാണ്. സീതയുടെ അവസ്ഥ പറയണ്ടല്ലോ. അങ്ങേയറ്റം ദുഃഖാകുലയായി, വികാരപരവശയായി പെട്ടെന്ന് തന്നെ സീത മോഹാലസ്യപ്പെട്ട് വീഴുകയാണ്. മോഹാലസ്യപ്പെട്ട് വീണ് കഴിയുമ്പോൾ രാവണൻ പകച്ചുപോയി. രാവണൻ ഒന്നും അവിടെ ചെയ്യാനില്ല. ഇനി എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ആശങ്ക ആ ഭാഗത്തുണ്ട്. ആ സമയത്ത് ഒരു ദൂതൻ വന്നിട്ട് രാവണനെ അങ്ങ് തിരിച്ചു വിളിച്ചു, നമുക്ക് പോകാം. അങ്ങനെ രാവണനെ അങ്ങ് തിരിച്ചു വിളിച്ചുകൊണ്ട് പോകും. ആ ബോധം കെട്ട അവസ്ഥയിൽ നിന്ന് ഉണർന്നപ്പോൾ അവിടെ വിഭീഷണൻ്റെ ഭാര്യ, അവരുടെ പേര് സരമ അവിടെ ഉണ്ടായിരുന്നു. നമുക്കറിയാം, വിഭീഷണൻ രാവണൻ്റെ അനുജനാണ്. ശ്രീരാമനോടൊപ്പം നിലയുറപ്പിച്ചിരിക്കുകയാണ് ഈ യുദ്ധത്തിൽ. ഇപ്പം സരമ പറഞ്ഞു, സീതാദേവി വിഷമിക്കരുത്, ഇത് ചതിയല്ലാതെ മറ്റൊന്നുമല്ല, ഇത് രാവണൻ്റെ ചതിയാണ്. ഒരു 4 ദിവസം കൂടി വേണം. ഈ 4 ദിവസത്തിനുള്ളിൽ എല്ലാ കാര്യങ്ങളും ശരിയാകും. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും നടക്കും. ആ 4 ദിവസം എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചു നിൽക്കണം. വിഷമിക്കാതെ, ദുഃഖിക്കാതെ ഒന്ന് പിടിച്ചു നിൽക്കണം. ഇതെല്ലാം ചതിപ്രയോഗമാണെന്ന് മനസ്സിലാക്കി മനസ്സ് വിഷമിക്കാതെ നിൽക്കണം. വല്ലഭൻ കൊല്ലും ദശാസ്യനെ നിർണയം. വല്ലഭൻ എന്ന് പറഞ്ഞാൽ ഭർത്താവ്, സീതാദേവിയുടെ ഭർത്താവ് ശ്രീരാമൻ. ദശാസ്യൻ എന്ന് പറഞ്ഞാൽ 10 തലയുള്ള രാവണനെ കൊല്ലും, നിർണയം തീർച്ചയാണ് എന്ന് സരമ, വിഭീഷണൻ്റെ ഭാര്യ, പറയും. അപ്പോൾ സീതയ്ക്ക് വീണ്ടും സന്തോഷമായി. അപ്പോൾ ശ്രീരാമൻ്റെ ആജ്ഞപ്രകാരം അടുത്ത കാര്യം, ശ്രീരാമൻ ആജ്ഞ കൊടുക്കുകയാണ്. യുദ്ധത്തിൻ്റെ അടുത്തപടിയായിട്ട് അംഗദനോട് പറഞ്ഞു. ബാലിയുടെ മകനായ അംഗദൻ യുവരാജാവാണ്. അദ്ദേഹം ശ്രീരാമൻ്റെ ഭാഗത്ത് ശക്തമായി നിലയുറപ്പിച്ചിരിക്കുകയാണല്ലോ. അംഗദനെ രാവണൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിടും. അങ്ങനെ ശ്രീരാമൻ്റെ ആജ്ഞ ശിരസ വഹിച്ചുകൊണ്ട് അംഗദൻ രാവണൻ്റെ അടുത്ത് ചെല്ലുന്നു. ഉദ്ദേശം ഇതാണ്, അവസാനത്തെ ഒരു ചാൻസും കൂടെ നോക്കുകയാണ്, ഒരു കോംപ്രമൈസിന്, ഒരു ഒത്തുതീർപ്പിന്. രാവണൻ പിൻവാങ്ങുന്നുണ്ടോ എന്നറിയാൻ. എന്നിട്ട് അംഗദൻ രാവണനോട് ചെന്ന് പറയും, ഒന്നുകിൽ സീതയെ കൊണ്ടുവന്ന് എൻ്റെ മുമ്പിൽ കൊണ്ടുവെക്കുക, അല്ലെങ്കിൽ യുദ്ധത്തിന് പുറപ്പെടുക. ഇനി വെച്ച് നീട്ടുന്ന പ്രശ്നമില്ല, ഇത് ഫൈനലാണ്, അന്ത്യശാസനമാണ്. സീതയെ ഇപ്പോൾ ഇവിടെ എൻ്റെ മുമ്പിൽ കൊണ്ടുവരണം, സീതയെ തിരിച്ചു തരണം, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഈ നിമിഷം തന്നെ യുദ്ധം ആരംഭിക്കുകയാണ്, നേർക്ക് നേരുള്ള യുദ്ധം ആരംഭിക്കുകയാണ്. സിംഹനാദം കേട്ടതില്ലയോ രാവണ, നീ യുദ്ധത്തിന് മുമ്പ് പുറപ്പെടുവിക്കുന്ന സിംഹനാദം കേൾക്കുന്നില്ലേ? എന്താണ് സിംഹനാദം? അതിലെന്താണ് പുറത്തു വരുന്നത്? ഭയന്ന് ഉള്ളിലിരുന്നാൽ, എത്ര പേടിച്ച് കൊത്തളങ്ങൾക്കുള്ളിൽ ഒളിച്ചിരുന്നാലും രാവണനെയും രാക്ഷസന്മാരെയും രാക്ഷസസേനയെയും ഈ ലങ്കാ നഗരത്തെ തന്നെയും ബാണപ്രയോഗം കൊണ്ട്, ശരപ്രയോഗം കൊണ്ട് ഇല്ലാതാക്കും. ഇതൊന്നും കേൾക്കുന്നില്ലേ? ഇങ്ങനെയൊക്കെ പുറപ്പെടുവിക്കുന്ന സിംഹനാദങ്ങളൊന്നും കേൾക്കുന്നില്ലേ എന്ന് അംഗദൻ രാവണനോട് ചോദിക്കും. ജാനാദഘോഷവും കേട്ടതില്ലേ ഭവാൻ? ജാനാദഘോഷം എന്ന് പറഞ്ഞാൽ ഞാണൊലി, വില്ലുകളുടെ ഞാണൊലി, വില്ല് കുലയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം, ഞാണൊലി ശബ്ദമൊന്നും താങ്കൾ കേൾക്കുന്നില്ലേ? അപ്പോൾ ശ്രീരാമൻ യുദ്ധം ഒഴിവാക്കാനായിട്ട് എത്രമാത്രം അവസരങ്ങളാണ്
രാവണന് നൽകുന്നത്. ആരെല്ലാം ദൂതനായിട്ട് അയച്ചു, ആരെല്ലാം ഏതെല്ലാം രീതിയിൽ രാവണനെ നല്ല കാര്യങ്ങൾ പറഞ്ഞ് ബോധവൽക്കരിക്കാനായിട്ട് ശ്രമിച്ചു. അവസാനത്തെ കൈയായിട്ടാണ് അംഗദനെ അയച്ചിരിക്കുന്നത്. പക്ഷേ രാവണൻ അതിനും വഴങ്ങിയില്ല. അംഗദൻ്റെ സമാധാന ശ്രമങ്ങൾക്കും രാവണൻ വഴങ്ങിയില്ല. പകരം പറഞ്ഞു അംഗദനെ കൊല്ലാൻ. ആ നിമിഷം തന്നെ അംഗദനെ കൊല്ലാനായി രാക്ഷസന്മാർക്ക് രാവണൻ ആജ്ഞ കൊടുത്തു. അവർ അംഗദനെ കൊല്ലാനായി കടന്നു പിടിച്ചു. പക്ഷെ അംഗദൻ അവരെ എല്ലാവരെയും കൊന്ന് വലിച്ചെറിയുകയാണ്. മാത്രമല്ല രാവണൻ്റെ ആ മണിമാളിക തന്നെ അംഗദൻ തകർത്ത് കളഞ്ഞു ശരപ്രയോഗത്താൽ. എന്നിട്ട് തിരിച്ച് രാമൻ്റെ അടുത്ത് തന്നെ വന്നു. ഇനി ഒന്നും നോക്കാനില്ല എന്ന് ശ്രീരാമനും വാനരസേനയും അതോടുകൂടി തീരുമാനിച്ചു. യുദ്ധം ഒഴിവാക്കാനുള്ള ശ്രമങ്ങളെല്ലാം നടത്തി. എല്ലാ ശ്രമവും പരാജയപ്പെട്ടു. അപ്പോൾ നമുക്കിനി എന്താണ് അടുത്ത യുദ്ധത്തിന് ഏറ്റവും പ്രധാനം തന്ത്രമാണ്. അപ്പോൾ എന്താണ് ആദ്യത്തെ തന്ത്രം? ആ തന്ത്രം ആവിഷ്കരിച്ചു. അതായത് കൊട്ടാരത്തിന് ചുറ്റും കിടങ്ങുകൾ കുഴിച്ചിട്ടുണ്ട്, ശത്രുക്കളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാനായി. അപ്പോൾ ഈ കിടങ്ങുകളൊക്കെ അങ്ങ് നികത്തുക, ആ കുഴികളെല്ലാം നികത്തുക. അപ്പോൾ അതിൻ്റെ ചുമതല ഏറ്റെടുത്തത് സുഷേണൻ, കുമുദൻ, നളൻ, ഗജൻ, ഗവയൻ, പിന്നെ ഹനുമാനും. അവരെല്ലാവരും കൂടെ ചേർന്ന് അവരെല്ലാം കൂടെ നേതൃത്വത്തിൽ വാനരസേന ആ തീരുമാനം, ശ്രീരാമൻ്റെ ആജ്ഞ, ആ തീരുമാനം അങ്ങ് നടപ്പാക്കുകയാണ്. കിടങ്ങുകളെല്ലാം നികത്തി. തുടർന്ന് കല്ലും മരവും മലയും എല്ലാം എടുത്തുകൊണ്ട് രാക്ഷസ സേനയ്ക്ക് നേരെ ഈ വാനരസേന ഒരുമിച്ച് പാഞ്ഞടുക്കുകയാണ്. രാക്ഷസ സേന പ്രതിരോധിക്കുന്നുണ്ട്. അമ്പും വില്ലും, വാൾ, മഴു, കുന്തം, ചക്രം, ദണ്ഡ്, ഗദ, അതൊക്കെയാണ് അന്നത്തെ കാലത്തെ പ്രധാന ആയുധങ്ങൾ. ആ ആയുധങ്ങളെല്ലാം ഉപയോഗിച്ച് അവർ ചെറുത്തു നിൽക്കുന്നുണ്ട്, പ്രതിരോധിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടെ വലിയ ശബ്ദ കോലാഹലമാണ്. നമുക്ക് സങ്കല്പിക്കാവുന്നതേ ഉള്ളൂ. ആനകളിൽ ചിഹ്നം വിളിക്കുന്നു, കുതിരകൾ ചീറ്റൽ, ഞാണൊലി ശബ്ദങ്ങൾ, ഇപ്പോൾ തേരുകൾ ഉരുളുന്ന ശബ്ദം, രാക്ഷസന്മാർ അലറുന്നു. ഇടയ്ക്കിടെ ഈ യുദ്ധത്തിൻ്റെ സിംഹനാദം സേനകൾ പുറപ്പെടുവിക്കുന്നു. വാനരന്മാരുടെ കോലാഹലം പിന്നെ പറയേണ്ടതില്ലല്ലോ. ഇങ്ങനെ ശബ്ദമുഖരിതമായ ഒരു അന്തരീക്ഷമാണ്. നമുക്കത് മനോമുഖരത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാം. നമുക്ക് മനസ്സിൽ കാണാവുന്ന രീതിയിലാണ് ഈ കാര്യങ്ങളെല്ലാം രാമായണത്തിൽ വർണ്ണിച്ചിരിക്കുന്നത്. നമ്മൾ ആ യുദ്ധഭൂമിയിൽ തന്നെ നമ്മൾ നിൽക്കുകയാണെന്ന് തോന്നും ഈ വിവരണം കേട്ടാൽ. ഇപ്പോൾ ഈ ശബ്ദമെല്ലാം കൂടി പ്രപഞ്ചം മുഴുവൻ പ്രതിധ്വനിച്ചു, മാറ്റൊലി കൊണ്ടു. പ്രപഞ്ചം മുഴുവൻ ഈ ശബ്ദങ്ങളെല്ലാം, യുദ്ധത്തിൻ്റെ ശബ്ദം മുഴങ്ങിക്കേട്ടു. അങ്ങനെ യുദ്ധം കാണാനായിട്ട് ആകാശത്ത് വിമാനമാർഗത്തിൽ പലരും വന്ന് അണിനിരക്കുകയാണ്. ആകാശമാർഗേണ വന്നു. ആരൊക്കെ? ഇന്ദ്രൻ്റെ നേതൃത്വത്തിൽ ദേവന്മാർ, കിന്നരന്മാർ, ഗന്ധർവന്മാർ, യക്ഷന്മാർ, സിദ്ധന്മാർ, നാരദമുനി തുടങ്ങിയ മഹർഷികൾ, അങ്ങനെ പിന്നെ നിരവധി സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ഒരു വലിയ പട തന്നെ ആകാശത്ത് അണിനിരന്നിട്ടുണ്ട് ഈ ഭൂമിയിലെ ഈ യുദ്ധം കാണാൻ, രാമരാവണ യുദ്ധം കാണാനായിട്ട്. ഈ സമയത്ത് അടുത്തതായിട്ട് നടക്കുന്ന ഒരു നേരിട്ടുള്ള ഏറ്റുമുട്ടൽ സംഭവിക്കാൻ പോവുകയാണ്. ആരൊക്കെ തമ്മിലാണ്? രാവണൻ്റെ മകനായ ഇന്ദ്രജിത്തും ബാലിയുടെ മകനായ അംഗദനും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടാൻ തുടങ്ങുന്ന സമയത്താണ് നമ്മുടെ ഇന്നത്തെ ഈ 266ാമത് ക്യാപ്സ്യൂൾ സമാപിക്കുന്നത്. ആ നേരിട്ടുള്ള ഏറ്റുമുട്ടൽ, അംഗദനും ഇന്ദ്രജിത്തും തമ്മിലുള്ള ഏറ്റുമുട്ടൽ എവിടെ പോയി കലാശിക്കും, എങ്ങനെയൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് 267ാമത് ക്യാപ്സ്യൂളിൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.